ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം 25,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. അപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 അതുപോലെ തന്നെ iQOO Z9 എന്നീ ഫോണുകൾ വരുന്നുണ്ട്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഫോണുകളിൽ AMOLED ഡിസ്പ്ലേ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. MediaTek Dimensity 7200 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+ 2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 44 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. അപ്പം ഈ ഒരു ഫോൺ 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ iQOOയുടെ ഭാഗത്ത് നിന്ന് iQOO Z7 Pro എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് ഇതിൽ നമുക്ക് കർവ്ഡ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. സെയിം പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. പിന്നെ 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കി സെയിം ക്യാമറ സെറ്റപ്പാണ്. 4600 mAh ബാറ്ററി വരുന്നുള്ളൂ. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള 66 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് വരുന്നുണ്ട്. 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ 25,000 രൂപയ്ക്ക് താഴെ സാംസങ്ങിന്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം അധികം ഓപ്ഷൻസ് ഇല്ല. ഇപ്പോൾ സാംസങ് F55 അതുപോലെ തന്നെ M55s എന്നീ ഫോണുകളൊക്കെ വരുന്നുള്ളൂ. അപ്പം ഈ ഫോണുകൾ 19,500 21,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. അപ്പോൾ സാംസങ്ങിന്റെ തന്നെ ഫോൺ നിർബന്ധമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോണുകൾ നോക്കാം എന്നേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതും കുഴപ്പമില്ലാത്തൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഫോണുകളിൽ AMOLED ഡിസ്പ്ലേ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+ 8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി 45 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. പിന്നെ 19,400 രൂപ പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി P2 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ കർവ്ഡ് ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+ 8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 5200 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം 19,400 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് റിയൽമി 13 Proയും വരുന്നുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം അത് എടുക്കണ്ട. കാരണം അതിൽ 45 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടേ വരുന്നുള്ളൂ. വിലയാണെങ്കിൽ 20,000 രൂപയ്ക്ക് മുകളിലും ഉണ്ട്. അപ്പം അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ക്യാമറയിൽ ഒരു ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 21,800 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി P2 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിലും കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ക്യാമറയിൽ 50+ 32+ 8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 67 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 21,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ 25,000 രൂപയ്ക്ക് താഴെ റെഡ്മിയുടെ ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് റെഡ്മി നോട്ട് 13 Pro എന്നുള്ള സ്മാർട്ട് ഫോണാണ്. ഇതിൽ 1.5K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ഒക്കെ കിട്ടുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 2 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 200+ 8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18,700 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 21,800 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 13 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ കർവ്ഡ് ഡിസ്പ്ലേ നമുക്ക് എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7200 Ultra എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. സെയിം ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ബെറ്റർ ആയിട്ടുള്ള 120 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടും വരുന്നുണ്ട്. 21,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് രണ്ട് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ലാവ അഗ്നി 3 എന്ന സ്മാർട്ട് ഫോൺ 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇതിൽ 1.5K റെസൊല്യൂഷൻ വരുന്ന കർവ്ഡ് ഡിസ്പ്ലേന് വരുന്നുണ്ട്. പിന്നെ സെക്കൻഡറി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. MediaTek Dimensity 7300X എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+ 8+ 8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 66 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മോട്ടറോളയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 2-3 ഓപ്ഷൻസ് ഉണ്ട്. മോട്ടറോളയുടെ ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഫോണുകൾ നോക്കിയാൽ മതി. അല്ലാതെ സ്കിപ്പും ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിൽ ഒരു ഫോൺ എന്ന് പറയുന്നത് 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ എഡ്ജ് 50 Neo എന്നുള്ള സ്മാർട്ട് ഫോണാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാം. അപ്പം ഇതിൽ 50+ 10+ 13 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ MediaTek Dimensity 7300 എന്ന പ്രോസസ്സറേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ 1.5K റെസൊല്യൂഷന് വരുന്ന POLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. 4310 mAh ബാറ്ററി വരുന്നുള്ളൂ. 68 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം.
പിന്നെ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ എഡ്ജ് 50 എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സ് ആണ് വരുന്നത്. സെയിം ക്യാമറ സെറ്റപ്പ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടി വലിയ 6.7 ഇഞ്ചിന്റെ സ്ക്രീൻ സൈസ് വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയും വരുന്നുണ്ട്. അപ്പം 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് മോട്ടോറോളയുടെ ഭാഗത്ത് നിന്ന് വേണ്ടതെന്നുണ്ടെങ്കിൽ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ എന്നുള്ള സ്മാർട്ട് ഫോൺ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ കേർഡ് ഡിസ്പ്ലേയും വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 50+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ് മോട്ടോറോളയുടെ തന്നെ ഫോൺ വേണം എന്നുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾ നത്തിങ്ങിന്റെ ഒരു ഫോണൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് 20,200 രൂപ പ്രൈസ് റേഞ്ചിൽ നത്തിങ് ഫോൺ 2A ആണ്. അപ്പം ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണിന്റെ ബാക്കിൽ LED ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. MediaTek Dimensity 7200 Pro എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 20,200 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ 23,800 രൂപ പ്രൈസ് റേഞ്ചിൽ നത്തിങ് ഫോൺ 2A Plus വരുന്നുണ്ട്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7350 Pro എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ സെയിം ക്യാമറ സെറ്റപ്പ് ആണ്. ഫ്രണ്ടിൽ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 23,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ നിങ്ങൾ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണുകളാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ, അതായത് 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X6 Pro എന്ന സ്മാർട്ട് ഫോൺ നോക്കാം. ഇതിൽ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള MediaTek Dimensity 8300 Ultra എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. പിന്നെ 25,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പോക്കോ F6 നോക്കാവുന്നതാണ്. ഇതിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ സ്നാപ്ഡ്രാഗൺ 8S Gen 3 എന്ന പ്രോസസ്സർ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. 5000 mAh ബാറ്ററി തന്നെയാണ് വരുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ട് 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ OnePlusന്റെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ OnePlus Nord C4 വരുന്നുണ്ട്. അപ്പം ഇതിൽ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5500 mAh ബാറ്ററി, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് വിവോയുടെ വിവോ T3 Pro എന്ന സ്മാർട്ട് ഫോണും iQOO Z9S Pro എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഏകദേശം സിമിലർ ഫീച്ചേഴ്സ് ആണ്. എക്സ്ട്രാ ആയിട്ട് കേർവ്ഡ് ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടേ വരുന്നുള്ളൂ. ഈ ഫോണുകൾ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നുണ്ട്. ഈ ഫോണുകളും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ 25,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. അപ്പം ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ പോക്കോ X6 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്തേക്കാം. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂടുതലാണെന്നുണ്ടെങ്കിൽ പോക്കോ F6 ഞാൻ കൺസിഡർ ചെയ്തേക്കാം. പിന്നെ ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2A Plus ഞാൻ കൺസിഡർ ചെയ്തേക്കാം. പിന്നെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ റിയൽമി P2 Pro എന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും കൺസിഡർ ചെയ്യുക. കുറച്ചും കൂടി ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് നോക്കുന്നതെങ്കിൽ റിയൽമി 12 Proയും കൺസിഡർ ചെയ്തേക്കാം. അപ്പം ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ലിസ്റ്റ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു പേഴ്സണൽ ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ പേഴ്സണൽ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.